ഇന്ന് ഫെബ്രുവരി 20 രണ്ടാമത്തെ നോമ്പാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് കൃഷിയിടത്തിലെ പരിപാടികളൊക്കെ നോക്കണം. നമ്മൾ 17-ാം തീയതി കുറച്ച് വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നനക്കാതെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അങ്ങനെയും വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കുതിർത്ത് വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ കൂടി നമുക്ക് തുടക്കത്തിൽ നോക്കാം. നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ള വിത്താണ്. വെള്ളത്തിലിട്ട് വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഷമാമിൻ്റെ വിത്താണ് ഈ കാണുന്നത്. മുള പൊട്ടി വരുന്ന കാഴ്ച കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല കള വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരാൾ ഇല വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ സുഡോമോണസ് കലക്കിയിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഇട്ടിട്ട് നമ്മൾ മുളപ്പിക്കാനും വേണ്ടിയിട്ട് മണ്ണിലിട്ട് നല്ല വിത്ത്. നമ്മുടെ ഇറാനി വെറൈറ്റിൻ്റെ സീഡാണിത്. ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുള വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ മാഷാ അല്ലാഹ് ഇവിടെയൊക്കെ അത്യാവശ്യം വലിയ സൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലതിലൊക്കെ വരുന്നുണ്ട്, ചിലതിലായിട്ടില്ല, വരാനുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ തണ്ണിമത്തൻ്റെ സീഡ് വെക്കുന്ന പരിപാടി ഇൻഷാ അല്ലാഹ് ഇന്നത്തോടെ നമ്മൾ തീർക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് സീഡ് വെച്ചിട്ടുണ്ടായിരുന്നു, യെല്ലോ മഞ്ചും ഓറഞ്ച് മഞ്ചും. ഇന്ന് നമുക്ക് ഇനി ലാസ്റ്റ് ഒരു 2 ഏരിയയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സീഡാണത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി സീഡാണ് നമ്മളിനി 2 ഏരിയകളിലായിട്ട് വെക്കാൻ പോകുന്നത്. നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിൽ തണ്ണിമത്തൻ്റെ തൈ വെക്കുന്ന പരിപാടികളൊക്കെ ഇന്നത്തോടെ തീർക്കണം. പിന്നെ അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം തരുന്ന മറ്റൊരു കാഴ്ച ഉണ്ട്. നമ്മുടെ തണ്ണിമത്തൻ്റെ തൈ ഉണ്ടല്ലേ തുടക്കത്തിൽ വെച്ചത്, മാഷാ അല്ലാഹ് 4 ഇല വിരിഞ്ഞിട്ടുണ്ട്. 5-ാമത്തെ ഇലക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് തൈകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് കാണുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. കള വരുന്നുണ്ട്. കളയുടെ ശല്യം കുറച്ച് കൂടുതലാണ്. തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ കാണുന്ന കളകളൊക്കെ ഇങ്ങനെ പറിച്ച് ഒഴിവാക്കാറുണ്ട്. അതുപോലത്തെ മണ്ണില്ലാത്തതിനെ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് തൈകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്തായിട്ട് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഭയങ്കര ഒരു മനസ്സമാധാനമാണ്. കാരണം നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി മുതൽ നമ്മൾ ഈ തണ്ണിമത്തൻ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഓരോ അറിവും നമുക്ക് വിലപ്പെട്ടതാണ്. ഇവിടെ ചിലവാക്കുന്ന സമയമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തന്നെയാണ് ഈ ഫെബ്രുവരി 1 മുതൽ ഉണ്ടായിട്ടുള്ളത്. കളകളൊക്കെ പോയ സമയത്തിന് എന്ത് ഭംഗിയല്ല കാണാൻ, നല്ല നീറ്റായിട്ടുണ്ട്. പിന്നെ ചില ഏരിയയിലൊക്കെ നമ്മളിങ്ങനെ കണ്ടില്ലേ മണ്ണിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേശ്ശെ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ഇവിടെ ചിലവാക്കാൻ പറ്റില്ല. കുറച്ച് നേരം നമ്മൾ രാവിലെ നിൽക്കും, വൈകിട്ടും കുറച്ച് നേരം നിൽക്കും. കൂടുതൽ ടൈം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടയർഡാവും. ഈ ഒരു തൈൻ്റെ ഗ്രോത്തൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രോത്ത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിത്ത് വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെയിലായി വരുന്ന സമയത്ത് തല പൊക്കി വരുന്ന സീഡുകൾ നമുക്ക് കാണാൻ പറ്റും, മുളച്ച് വരുന്ന. ഇത് ഷമാമിൻ്റെ വിത്താണ്. ഇതൊന്നും നനച്ച് വെക്കാതെ അങ്ങനെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് വിത്താട്ടോ. 17-ാം തീയതി, ഇന്ന് 20-ാം തീയതി, 3-ാമത്തെ ദിവസം തന്നെ മണ്ണിൽ മുള പൊട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ കള പറിക്കലൊരു പണിയാവുമല്ലേ? മാഷാ അല്ലാഹ് വിത്ത് ഇത് മുളക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഇത് മുളക്കണേ. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വിത്ത് നേരിട്ട് കുത്തിയോണ്ട് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോഴും ഉണ്ട്, എത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് അറിയില്ല. മുളച്ച് വരുന്നതേ ഇവിടെ 1, 2, 3 ഇവിടെ ഒരു 4 കാണുന്നുണ്ടെങ്കിൽ തൊട്ടുപുറത്ത് കാണുന്നില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല, അവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ വരേക്കാരം നമ്മൾ എന്തേ അവിടെ ഒന്ന് കീറി കൊടുത്താൽ എന്നുവെച്ചാൽ ആ സീഡാണ്ട് കയറി പോയതോ. അത്രക്കാണ്ട് കയറണ്ട, ഇവിടെ എടുക്കുന്നത് നമ്മൾ വന്നോളൂ, അല്ലെങ്കിൽ വെളിച്ചം വരുന്നതിന് പുറത്തേക്ക് വന്നോളൂ. തൈ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് അവിടെ ആ തൈ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നുള്ളത്. കുറച്ചെണ്ണൊക്കെ പോകാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ നമ്മൾ വിത്ത് വെക്കുന്ന സമയത്ത് എത്രത്തോളം കറക്റ്റ് ഏരിയയിൽ വിത്ത് വരുമെന്ന് അറിയില്ല. എന്താണ് ഒരു വിത്ത് ഏതോ ഒരു ഓട്ടയിൽ ഒരു വിത്ത് കാണുന്നുണ്ട്.